നമസ്കാരം, ഞാൻ രജനി അഭിലാഷ്. വാർത്തകൾ പകൽഗാം ആക്രമണം തിരിച്ചടിയും നിറയുമ്പോൾ ആരുടെയും ശ്രദ്ധയിൽപ്പെടാത്ത ഒരു വാർത്തയാണ് ഫിറോസ്പൂരിലെ ഇന്ത്യ പാക് അതിർത്തിയിൽ ഡ്യൂട്ടി ചെയ്യവേ അബദ്ധത്തിൽ അന്താരാഷ്ട്ര അതിർത്തി കടന്നു എന്നതിനെ തുടർന്ന് 182 ബറ്റാലിയനിലെ കോൺസ്റ്റബിളായ പൂർണം കുമാർ ഷായെ പാകിസ്ഥാൻ റേഞ്ച് കസ്റ്റഡിയിലെടുത്തത്. പകൽഗാം ഭീകരാക്രമണം നടന്ന പിറ്റേ ദിവസമാണ് ജവാൻ പാകിസ്ഥാന്റെ കസ്റ്റഡിയിലായത്. സംഭവത്തിൽ BSF ഔദ്യോഗികമായി പാകിസ്ഥാൻ റേഞ്ചിന് പ്രതിഷേധം അറിയിക്കുകയും ചെയ്തു. ജവാന്റെ മോചനത്തിനായി BSF പാകിസ്ഥാൻ റേഞ്ച് ഓഫീസുമായി ഫ്ലാഗ് മീറ്റിംഗിൽ നിശ്ചയിച്ചിരുന്നുവെങ്കിലും പാകിസ്ഥാൻ ഇത് റദ്ദാക്കുകയായിരുന്നു. തുടർന്ന് മറ്റ് വഴികളിലൂടെ ഉദ്യോഗസ്ഥർ പാകിസ്ഥാനുമായി ബന്ധപ്പെട്ടു. പക്ഷേ എന്തുകൊണ്ടും ഇതുവരെയും അദ്ദേഹത്തെ വിട്ടുനൽകാൻ പാകിസ്ഥാൻ തയ്യാറായില്ല. പാകിസ്ഥാൻ തങ്ങളുടെ കസ്റ്റഡിയിൽ ഇദ്ദേഹം ഉണ്ട് എന്ന് തെളിയിക്കുന്ന ചിത്രങ്ങൾ പുറത്തുവിട്ടു. ഇതിന് പിന്നാലെയാണ് കൊൽക്കത്തയിൽ നിന്നും ഇൻഡിഗോ വിമാനത്തിൽ അമൃത്സറിലെത്തിയ കമാൻഡോയുടെ ഭാര്യ രജനി പത്താൻകോട്ടിലെത്തിയ ശേഷം ഫിറോസ്പൂരിലേക്ക് പുറപ്പെടുകയായിരുന്നു. തന്റെ ആരോഗ്യസ്ഥിതി പോലും കണക്കിലെടുക്കാതെയാണ് അവർ ഭർത്താവിന് വേണ്ടി പൊരുതാൻ പാകിസ്ഥാൻ റേഞ്ചുമായി ചർച്ച നടത്തിയത്. കമാൻഡിംഗ് ഓഫീസറുമായി കൂടിക്കാഴ്ച നടത്തിയ ഫിറോസ്പൂരിൽ നിൽക്കുന്നത് കൊണ്ട് പ്രയോജനമില്ലെന്നും പൂർണം കുമാറിന്റെ വേഗത്തിലുള്ള മോചനത്തിനായി സേന സാധ്യമായതെല്ലാം ചെയ്യുമെന്ന് ഉറപ്പു നൽകി. ഇതനുസരിച്ച് കേന്ദ്രം ഇക്കാര്യത്തിൽ നിർണായകമായ ഇടപെടൽ നടത്തി. ഇതോടെ അദ്ദേഹത്തിന്റെ മോചനം സാധ്യമാകുമെന്ന പ്രതീക്ഷയിലാണ് കുടുംബം. എന്നാൽ പാക് ആക്രമണത്തിനും തിരിച്ചടികൾക്കും അതിർത്തി തുടരുകയാണ്. വെടിനിർത്തൽ കരാർ തുടർച്ചയായി ലംഘിച്ച് പാകിസ്ഥാൻ സൈന്യം ആക്രമണം തുടരുന്നു. നിയന്ത്രണ രേഖയിൽ ഇന്ത്യൻ പോസ്റ്റിന് നേരെ വീണ്ടും വെടിവയ്പുണ്ടായി. കാശ്മീരിലെ കുപ്വാര, ബാരാമുള്ള, പൂഞ്ച്, നൗരേഷ, അഖ്നൂർ എന്നിവിടങ്ങൾ വെടിവയ്പുണ്ടായി. പാക് സൈന്യത്തിന്റെ പ്രകോപനപരമായ വെടിവയ്പ്പിനെതിരെ ഇന്ത്യൻ സൈന്യവും ശക്തമായി തിരിച്ചടിച്ചു. കഴിഞ്ഞ ദിവസം രാത്രിയായിരുന്നു വെടിവയ്പ്. തുടർച്ചയായുള്ള പാകിസ്ഥാന്റെ പ്രകോപനപരമായ വെടിവയ്പ്പിനെയും ഇന്ത്യ കർശനമായി മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇതിനുശേഷം കഴിഞ്ഞ ദിവസവും വെടിവയ്പുണ്ടായി. സിന്ധു നദീജല കരാർ റദ്ദാക്കിയ ശേഷമാണ് തുടർച്ചയായ പാക് പ്രകോപനം തുടരുന്നത്. ചെറിയ തോക്കുകൾ ഉപയോഗിച്ചാണ് പാക് സൈന്യം വെടിയുതിർക്കുന്നത്. കഴിഞ്ഞ ദിവസം പാകിസ്ഥാന്റെയും ഇന്ത്യയുടെയും മിലിറ്ററി ഓപ്പറേഷൻസ് ഉദ്യോഗസ്ഥർ ചർച്ച നടത്തിയതിന് പിന്നാലെയും ചൊവ്വാഴ്ച രാത്രി രജൌരി ജില്ലയിലെ സുന്ദർബാരി, നൗരേഷ്യ സെക്ടറുകളിലും നിയന്ത്രണ രേഖയിലും ഇന്ത്യൻ പോസ്റ്ററുകൾക്ക് നേരെയും വെടിവയ്പ് ഉണ്ടായി. നിങ്ങൾക്കും ആനന്ദ മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും US-ലും ആഫ്രിക്കയിലും അടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക. അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 02085866511 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് TVയും എൻജോയ് ചെയ്യുക.